VPP ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയിൽ അത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന്റെ അങ്ങനെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ വളരെ വലിയ നിലയിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലൊക്കെ വിശകലനങ്ങൾ നടത്തുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത സാഹചര്യവും കേരള ചരിത്രം കണ്ടിട്ടുണ്ട്. 2011 സാഹചര്യം നമുക്കറിയാവുന്നത് കൂടിയാണ്. എങ്കിലും ഇപ്പോൾ നോക്കൂ, ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഫലസൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക്, അതിൽ അല്പം ഒരു എഡ്ജ് കോൺഗ്രസിന് UDF-ന് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഘട്ടം എത്തിയിട്ടുണ്ടോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ? അല്ല, ശ്രീകുമാർ ചേട്ടനെ പോലെ UDF-ന് വേണ്ടിയിട്ട് ന്യായീകരണങ്ങൾ നടത്തുന്നവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ അവിടെയാണ് ഒരല്പം മുമ്പ് ശ്രീകുമാർ ചേട്ടൻ തന്നെ ഉദ്ധരിച്ച CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉദ്ധരിച്ച 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രവും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രവും നമ്മുടെ ഓർമ്മയിൽ വേണ്ടത്. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് UDF-നുണ്ടായത്. 2010 അന്ന് UDF വിവിധ തലങ്ങളിൽ, ജില്ലാ പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, നഗരസഭകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ ഒക്കെ നേടിയ മുന്നേറ്റത്തെക്കുറിച്ച് അന്നത്തെ കണക്കുകൾ ഗോവിന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി. അന്ന് 6 ജില്ലാ പഞ്ചായത്തെ LDF-ന് കിട്ടിയിരുന്നുള്ളൂ. 8 ജില്ലാ പഞ്ചായത്തുകൾ UDF-നാണ് ലഭിച്ചത്. അന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 100-ലേറെ ബ്ലോക്ക് പഞ്ചായത്ത് UDF-ന് ലഭിച്ചിരുന്നു. 101 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-ന് ലഭിച്ചിരുന്നു. നഗരസഭകളിൽ മൃഗീയമായ ഭൂരിപക്ഷമാണ്. ആകെ 19 നഗരസഭകളിൽ മാത്രമാണ് LDF-ന് ലഭിച്ചത്, ബാക്കിയെല്ലാം UDF-നാണ് ലഭിച്ചത്. അപ്പോൾ 2010 ഇത്ര ശക്തമായ മുന്നേറ്റം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിട്ടും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 70-72 അങ്ങനെ ഒരു നേരിയ മാർജിനിലാണ് ഉമ്മൻചാണ്ടിക്ക് അന്ന് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞത്. അത് തന്നെ പിറവം പോലുള്ള മണ്ഡലങ്ങളിൽ അവസാനത്തെ നിമിഷം ചെറിയ വോട്ടിന്, ഏതാനും നൂറുകളുടെ വോട്ടിനാണ് KJ ജേക്കബ് സഖാവ് അന്ന് തോറ്റുപോയത്. അതുപോലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് LDF നേരിയ വ്യത്യാസത്തിന് തോറ്റുപോയി. അങ്ങനെയാണ് നേരിയ എഡ്ജിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് 68-72 എന്ന് പറയുന്ന നേരിയ എഡ്ജിൽ അത്തവണ UDF 2011 അധികാരത്തിൽ വന്നത്. 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിനനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം സീറ്റ് നിലയിൽ ഉണ്ടാക്കാൻ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായിരുന്നില്ല. അപ്പം ഇത് കാണിക്കുന്നത് കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പ്രവണതയാണ് വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാകുന്നത്. ശ്രീ എൻ ശ്രീകുമാർ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോൾ കാണുന്ന ഈ നേരിയ മുൻതൂക്കം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഈസി വാക്ക് ഓവർ ആകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നോക്കൂ, താങ്കൾ എന്താണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ട്രെൻഡ്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സെറ്ററായി മാറില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണോ പൊതുവിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് മാത്രം വെച്ച് ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറുമെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലെ ഏത് മുന്നണി ജയിക്കുന്നു, ആർക്ക് മുൻതൂക്കമുണ്ടാകും എന്ന് മാത്രം വിലയിരുത്തി പോകേണ്ട ഒന്നായിട്ടല്ല അസിത ഞാൻ കാണുന്നത്. അതിൽ തീർച്ചയായിട്ടും ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ വിശദമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളും വരാനുണ്ട്. പക്ഷെ നമ്മളിവിടെ കാണേണ്ട അപകടകരമായ ഒരു വഴി, സങ്കീർണത എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ചോയ്സ് ആയിരുന്നു. LDF കഴിഞ്ഞാൽ UDF, ഈ ചോയ്സിലാണ് കേരളം നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP കടന്നു വരികയാണ്. കുറേ കൂടി സങ്കീർണതയിലേക്ക് കേരളത്തിൻ്റെ ഇലക്ടറൽ പൊളിറ്റിക്സ് പോവുകയാണ്. അവിടെ BJP, കേരളം പോലെ ഒരു മതനിരപേക്ഷ അടിത്തറയുള്ള സംസ്ഥാനത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത വിധത്തിൽ കേരളീയ സമൂഹത്തിൽ ഒരു വിഭാഗം ചെന്നെത്തുന്നു എന്നുള്ളത് എല്ലാ മതേതരവാദികളെയും ആശങ്കപ്പെടുത്തേണ്ട ഒന്നാണ്, ആകുലപ്പെടുത്തേണ്ട ഒന്നാണ്. അപ്പം അത് ഗൗരവമായിട്ട് നമ്മൾ കാണണം. നേരത്തെ ഉണ്ടായിരുന്ന LDF UDF ചോയ്സിനു പകരം കേരളം പോലെ, ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാമൂഹിക ഘടനയല്ല, സോഷ്യൽ മൊബിലിറ്റി അല്ല കേരളത്തിൻ്റേത്. ആ സവിശേഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ കക്ഷി രാഷ്ട്രീയം ഏതായിരുന്നാലും തന്നെ, കടുത്ത മതവിശ്വാസം ഉണ്ടായിരുന്നാൽ തന്നെയും
കേരളത്തിന് അതിശക്തമായ ഒരു മതനിരപേക്ഷ പാരമ്പര്യമുണ്ട്, അതിൻ്റെ ഒരു അടിവേരുണ്ട് എന്നുള്ളതാണ്. ആ അടിവേരിൽ ഇളക്കം തട്ടുന്ന വിധത്തിൽ കേരളീയരിൽ ഒരു ഗണനീയമായ വിഭാഗം BJPക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് മാറുന്നു, BJPയെ സങ്കോചമില്ലാതെ സ്വീകരിക്കുന്നു എന്ന് വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ നിലയിലുള്ള ഒരു അപായ സൂചനയാണ്. അതിനെ അതിഗൗരവമായി കാണണം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ല നമ്മുടെ സാമൂഹിക ഘടന എന്നുള്ളത് കൊണ്ട് അതീവ ഗൗരവമായിട്ട് കാണേണ്ട ഒന്നായിട്ട് അതിനെയാണ് നമ്മൾ അങ്ങനെ വരുന്ന ഒന്നിനെയാണ് കോൺഗ്രസ് ആയാലും CPIM ആയാലും UDF ആയാലും LDF ആയാലും എല്ലാം അത്യന്തം ഗൗരവത്തോടെ നമ്മളിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് എന്നുള്ളതിനപ്പുറത്ത് ഇന്ന് വന്ന റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കുണ്ടാകേണ്ട വലിയ വിഷയങ്ങളിലൊന്നായിട്ടത് കാണുകയാണ്.